പുതുതായി ഓടിത്തുടങ്ങിയ മാംഗ്ലൂരു രാമേശ്വരം എക്സ്പ്രസ്സിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഏർവാടിയിലേക്ക് പോയി തിരിച്ച് കേരളത്തിലേക്ക് തന്നെ എങ്ങനെ എളുപ്പത്തിൽ വരാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 350ാമത്തെ എപ്പിസോഡ്. കേരളത്തിലുള്ളവർ, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലുള്ളവർ ഒരുപാട് കാലം ആഗ്രഹിച്ച് കാത്തിരുന്ന ട്രെയിനാണ് മാംഗ്ലൂരു രാമേശ്വരം എക്സ്പ്രസ്. ഇപ്പോൾ അത് നിലവിൽ വന്നിട്ടുണ്ട്. ഇനി ഏർവാടിയിലേക്ക് വളരെ എളുപ്പത്തിൽ ഡയറക്റ്റായിട്ട് നമുക്ക് അതിന് എത്തിച്ചേരാൻ കഴിയും. പക്ഷേ അത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇനി നമുക്ക് അതിന് എങ്ങനെ പോയി ആ ട്രെയിനിന് തന്നെ തിരിച്ചു വരുന്നതും അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നാട്ടിലേക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരാമെന്നുള്ളതുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ ആ ട്രെയിനിന് യാത്ര ചെയ്തു. ആ അനുഭവം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ. ഈ ട്രെയിന് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും വൈകിട്ട് മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട് ഞായറാഴ്ച രാവിലെ 9:30 മണിയോടുകൂടി രാമനാഥപുരത്ത് എത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ ഷെഡ്യൂൾ ഉള്ളത്. നമ്മുടെ സ്ക്രീനിൽ നിങ്ങൾക്കതിൻ്റെ ടൈം കാണാം. വൈകിട്ട് 7:30 മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട് കോഴിക്കോട് 10:40, തിരൂർ 11:15 രാത്രി, പുലർച്ചെ 7:50 മധുര, രാമനാഥപുരത്ത് 9:30 രാമേശ്വരത്ത് 10:50 എത്തുന്നത്. ഈ ട്രെയിന് ഞായറാഴ്ച രാവിലെ രാമേശ്വരം എത്തിക്കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് 3:30 മണിക്ക് രാമേശ്വരത്ത് നിന്ന് പുറപ്പെടും. രാമനാഥപുരത്ത് 4:20, മധുരയിൽ 6:15, പാലക്കാട് 11:10, തിരൂർ 12:55 രാത്രി, പുലർച്ചെ 6:55 മാംഗ്ലൂരിൽ എത്തിച്ചേരും. ഇനി ഈ ട്രെയിനിന് തന്നെ തിരിച്ചു വരുമ്പോഴൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഏർവാടിയിൽ തീരെ സമയം കിട്ടില്ല എന്നുള്ളതാണ്. ശനിയാഴ്ച വൈകിട്ട് പുറപ്പെട്ട് ഞായറാഴ്ച 9:30 മണിയോടുകൂടി ഈ ട്രെയിൻ രാമനാഥപുരം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് രാമനാഥപുരത്ത് നിന്ന് 4:20 കേരളത്തിലേക്ക് ഇത് തിരിക്കുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് ഏർവാടിയിൽ സിയാറത്ത് ചെയ്ത് പോരുന്ന ആളുകൾക്ക് പ്രശ്നവുമില്ല. കാരണം 9:30 മണിക്ക് രാമനാഥപുരം എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 11 മണിയോടുകൂടിയേ നമ്മൾ ഏർവാടിയിൽ എത്തിച്ചേരുള്ളൂ. പിന്നീട് അവിടെ നിന്ന് ഒരു 2:30 മണിയോടുകൂടി 2:30-3 മണിയാകുമ്പോഴേക്ക് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോന്നാലാണ് നമുക്ക് ഈ ട്രെയിന് കിട്ടുന്ന രീതിയിൽ രാമനാഥപുരം എത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു 3:30-4 മണിക്കൂറോളം ഏകദേശം നമുക്ക് ഏർവാടിയിൽ കിട്ടും. അത്ര മതി എന്നുള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ഇനി ഒരു ദിവസമെങ്കിലും ഏർവാടിയിൽ ചിലവഴിക്കണം, അവിടെ എല്ലാ സ്ഥലങ്ങളിലും സിയാറത്ത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പോകുമ്പോഴോ വരുമ്പോഴോ മാത്രം ഈ ട്രെയിൻ ഉപയോഗപ്പെടുത്തി മറ്റു ട്രെയിനുകളെയും ആശ്രയിച്ചു കൊണ്ട് റൂട്ട് തയ്യാറാക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സിയാറത്ത് പോയത് ആ രീതിയിലായിരുന്നു. വെള്ളിയാഴ്ച രാത്രി അഥവാ ശനിയാഴ്ച പുലർച്ചെയുള്ള അമൃത എക്സ്പ്രസ്സിന് ശനിയാഴ്ച പുലർച്ചെ 2:15 തൃശ്ശൂരിൽ നിന്ന് കയറി ശനിയാഴ്ച രാവിലെ 11:15 രാമനാഥപുരത്തെത്തി. പിന്നീട് 12:30 മണിയോടുകൂടി ഏർവാടിയിലെത്തുകയും അന്നത്തെ ദിവസം അവിടെ താമസിച്ച് ഏർവാടിയിലും പരിസരത്തുള്ള കാട്ടുപള്ളി, സാറമ്മ, തെങ്ങുംതോപ്പിൽ കഞ്ഞിപ്പള്ളി, കീളക്കര, അർക്കാസുമ്മ, കൊടിമരം, വാൽനോക്ക് തുടങ്ങിയ സിയാറത്ത് കേന്ദ്രങ്ങളെല്ലായിടത്തും സിയാറത്ത് ചെയ്ത് ഞായറാഴ്ച ഉച്ചക്ക് 2:30-3 മണിയോടുകൂടി അവിടെ നിന്ന് ബസ് കയറി 4 മണിയോടുകൂടി രാമനാഥപുരത്തെത്തി. 4:20 രാമനാഥപുരത്ത് നിന്നുള്ള ഈ ട്രെയിനിന് രാമേശ്വരം മാംഗ്ലൂർ എക്സ്പ്രസ്സിന് 4:20 രാമനാഥപുരത്ത് നിന്ന് കയറി തിരൂരിൽ 1 മണിയോടുകൂടി എത്തിച്ചേർന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തിരിച്ചു വരുമ്പോൾ ഈ റൂട്ട് ഉപയോഗപ്പെടുത്താം. ഇനി ഈ പുതിയ മാംഗ്ലൂരു രാമേശ്വരം എക്സ്പ്രസ്സിന് അങ്ങോട്ട് പോകുന്നവരാണെങ്കിൽ ശനിയാഴ്ച രാത്രിയിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് പുലർച്ചെ ഞായറാഴ്ച അവിടെ എത്തി അന്ന് രാത്രിയോടെ നിന്ന് തിങ്കളാഴ്ച നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിക്കുന്നവരാണെങ്കിൽ തിങ്കളാഴ്ച എല്ലാ ദിവസവും രാമേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന അമൃത എക്സ്പ്രസ് അതിന് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് 2:20 രാമനാഥപുരത്ത് നിന്ന് ട്രെയിൻ കയറിയാൽ ആ ട്രെയിന് 8:30 മണിയോടുകൂടി പാലക്കാടും 10:30 മണിയോടുകൂടി തൃശ്ശൂരും എത്തും. ഇനി നിങ്ങൾ തിരൂർ, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മംഗലാപുരം ഭാഗത്തേക്ക് വരുന്ന ആളുകളാണെങ്കിൽ 8:30 മണിക്ക് പാലക്കാട് ഇറങ്ങിക്കഴിഞ്ഞാൽ 9:15
ഉള്ള വെസ്റ്റ് കോസ്റ്റ് ചെന്നൈയിൽ നിന്ന് മാംഗ്ലൂരിലേക്ക് പോകുന്ന വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിന് കയറി കഴിഞ്ഞാൽ തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാവുന്നതാണ്. ഇനി കഴിഞ്ഞ ആഴ്ചയിൽ പുതുതായി സർവീസ് ആരംഭിച്ച മറ്റൊരു ട്രെയിനാണ് മംഗലാപുരം തിരുനാൽവേലി എക്സ്പ്രസ്. ഇതിനും നമുക്ക് വളരെ സുഖമായിട്ട് ഏർവാടിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. എല്ലാ വ്യാഴാഴ്ചയുമാണ് ഈ വണ്ടി സർവീസ് നടത്തുന്നത്. മംഗലാപുരം സെൻട്രലിൽ നിന്ന് 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഇത് കോഴിക്കോട് 4:30 മണിക്കും തിരൂർ 5:20 എത്തിച്ചേരും. ഇതിന് നമ്മൾ വ്യാഴാഴ്ച യാത്ര ചെയ്യുകയാണെങ്കിൽ വെള്ളിയാഴ്ച പുലർച്ചെ 4:15 കൂടി മധുരയിൽ എത്തിച്ചേർന്നാൽ സിക്കന്ദർമല പോകേണ്ടവർക്ക് അവിടെ പോകാം. അല്ലാത്തവർക്ക് അവിടെ നിന്ന് 7 മണിക്ക് രാമനാഥപുരത്തേക്ക് പോകുന്ന പാസഞ്ചർ വണ്ടിക്ക് കയറിയാൽ 8:45 ആകുമ്പോഴേക്ക് രാമനാഥപുരം എത്തി ഒരു 10 മണിയാകുമ്പോഴേക്ക് നമുക്ക് ഏർവാടിയിലെത്താൻ പറ്റും. ഈ വണ്ടി മധുരയിൽ നിന്ന് മംഗലാപുരത്തേക്ക് സർവീസ് ഉള്ളത് ബുധനാഴ്ച ദിവസങ്ങളിലാണ്. അപ്പോൾ ബുധനാഴ്ച ദിവസങ്ങളിൽ ഏർവാടിൽ നിന്ന് തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ വണ്ടി ഉപയോഗപ്പെടുത്താം. മധുരയിൽ നിന്ന് ഇത് വൈകിട്ട് 6:15 പുറപ്പെടുന്നത്. അപ്പോൾ ഈ വണ്ടി കിട്ടാൻ വേണ്ടി നമ്മൾ അതിന് മുമ്പ് മധുരയിലെത്തുന്ന ഒരു വണ്ടിക്ക് രാമനാഥപുരത്ത് നിന്ന് കയറണം. നമുക്ക് 2 വണ്ടികളുണ്ട്. ഒന്ന് 12:50 ലോക്കൽ, അത് 3:20 ആകുമ്പോഴേക്ക് 3:30 മണിയാകുമ്പോഴേക്ക് മധുരയിലെത്തും. അല്ലെങ്കിൽ 2:20 അമൃത എക്സ്പ്രസ്, അത് 4 മണിയാകുമ്പോഴേക്ക് മധുരയിലെത്തും. ഈ 2 വണ്ടിക്കും നമുക്ക് മധുരയിലേക്ക് വരാം. അതിൻ്റെ ഇടയിലുള്ള സമയങ്ങൾ വേണമെങ്കിൽ അവിടെ സിയാറത്തുകൾക്കും മറ്റും ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അതിനുശേഷം ഈ മംഗലാപുരത്തേക്ക് ബുധനാഴ്ച ദിവസങ്ങളിലുള്ള ഈ ഒരു വണ്ടിക്ക് കയറി തിരൂർ, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ പുതുതായി വന്ന ഈ 2 വണ്ടികൾക്കും ഉള്ള സ്റ്റോപ്പുകൾ നിങ്ങൾ ആപ്പുകളിലൊക്കെ നോക്കിയിട്ട് സമയങ്ങളൊക്കെ നിങ്ങൾ റെഡിയാക്കണം. ഞാൻ പ്രധാനപ്പെട്ട സ്റ്റേഷനുകൾ മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മൾ വീഡിയോ ദീർഘിക്കണ്ടെന്ന് കരുതി വളരെ സ്പീഡിലാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലാവുന്നതെന്ന് കരുതിയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.